Hi friends, welcome back to my channel. ഇന്നത്തെ വീഡിയോ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെ മേക്ക് ചെയ്യണമെന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കണ്ടു നോക്കാം. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ ഈ ഒരു ഫ്ലവർ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. അതിലൊരു നോസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന നോസിൽ. ഈ നോസിലിന് നമ്പർ ഇല്ല കേട്ടോ. അത് കാരണം ഞാൻ അതിൻ്റെ പിക്ക് ഇവിടെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് നോസിലിൻ്റെ. അപ്പോൾ ഇതാണ് ഞാൻ ഈ ഒരു ഫ്ലവർ മേക്കിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പിങ്ക് കളർ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കുന്നത്. ഇനി ഒരു ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ റോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ നോസിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ റൗണ്ടിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്യുക. റൗണ്ടായിട്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് ആ ഓരോ ഓപ്പണിങ് വന്നിട്ടുള്ള ഭാഗത്തായിട്ട് ഇങ്ങനെ മുകളിലേക്കായിട്ട് പ്രസ് ചെയ്തിട്ടൊന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുക കേട്ടോ. ക്രീമിനെ ജസ്റ്റ് ഒന്ന് മുകളിലേക്കായിട്ട് ഒന്നിങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഡെക്കറേഷൻ വരും. അപ്പോൾ ഓരോ പെറ്റൽസ് ആയിട്ടാണ് നമുക്കിങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടി എന്താ പറയുക, ഞാൻ യൂസ് ചെയ്ത ക്രീമായ കാരണം തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീമായിരുന്നു കേട്ടോ. അതുകൊണ്ട് അത്ര ഫിനിഷിങ് കിട്ടണില്ല. പക്ഷേ നമ്മൾ അപ്പോൾ തന്നെ യൂസ് ചെയ്തിട്ടുള്ള ക്രീമാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. അപ്പോൾ അതും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫസ്റ്റ് ഒരു ഫ്ലവർ കാണിച്ച് തരികയാണ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ചുറ്റിലും ആക്കിയതിൻ്റെ ശേഷം അടുത്ത പെറ്റൽസ് അതിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ അടുത്ത റൗണ്ടിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ മുകളിലേക്കായിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. നമുക്കിതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ച് പ്രസ് ചെയ്തിട്ടൊന്ന് മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഫ്ലവറായിട്ട് വരും. അപ്പോൾ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ചൊരു ഗ്യാപ്പ് വരും. അവിടെ അങ്ങനെ കിടന്നോട്ടെ കേട്ടോ. അവിടെ നമുക്ക് വേറൊരു ഡെക്കറേഷൻ ചെയ്യാം. ഇനി നമ്മളിപ്പോൾ സാധാരണ റോസ് ഫ്ലവറൊക്കെ ചെയ്യണ പോലെ തന്നെ കത്രികയിൽ ഈ ഒരു ഫ്ലവറിനെ ഇങ്ങനെ പൊക്കിയെടുത്തതിൻ്റെ ശേഷം കേക്കിലേക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റാൻഡിൻ്റെ അറ്റഭാഗം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റിന് തന്നെ ആ ഒരു ഫ്ലവറിനെ അവിടെ വെച്ച് കൊടുക്കാൻ വേണ്ടി കഴിയും. ഇനി ഒരു ഫ്ലവർ കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടുള്ള ക്രീമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ചെയ്യണത് അപ്പോൾ എടുത്തിട്ടുള്ള ക്രീമാണ് കേട്ടോ. ആ ഒരു ക്രീമിൽ കുറച്ചൊരു എന്താ പറയുക, പീച്ച് കളറായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം കുറച്ച് റൗണ്ടിലായിട്ട് ക്രീം അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ താഴെ ഭാഗത്തു നിന്നായിട്ട് പെറ്റൽസ് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് റൗണ്ടിൽ ഒരു പെറ്റൽസ് കൊടുത്തതിൻ്റെ ശേഷം അടുത്ത റോ ആയിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്കായിട്ട് വരുന്ന രീതിയിൽ പെറ്റൽസിനെ കൊടുക്കുക കേട്ടോ. ഇപ്പോൾ കുറച്ചൊരു ലൂസായ ക്രീമായിട്ടാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെറ്റൽസിൻ്റെ തലപ്പ് എല്ലാ ഭാഗങ്ങളും നല്ല ഷാർപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ ചെയ്ത ഫ്ലവറിനേക്കാളും ഒന്നും കൂടി ഫിനിഷിങ്ങിലാണ് നമുക്ക് ഈ ഒരു ഫ്ലവറിനെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡെക്കറേഷനാണ്. ബിഗിനേഴ്സിന് വരെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ. റോസ് ഫ്ലവറൊക്കെ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ അതുപോലെയല്ല ഈ ഒരു ഫ്ലവർ ചെയ്യാൻ ഈസി ആയിട്ട് ചെയ്യാം. ഈ ഒരു നോസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. ഇതേപോലെ തന്നെ സൺഫ്ലവർ നോസിൽ വെച്ചിട്ടും ഇതേ ഫ്ലവർ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കുറച്ചൊരു ചേഞ്ച് വരുള്ളൂ. പിന്നെ ഇതിൻ്റെ ഓരോ പെറ്റൽസും ലാസ്റ്റ് വരുന്ന പെറ്റൽസിന് ഒന്ന് കുറച്ച് വലുതും ചെറുതും ഒക്കെ ആയിട്ടൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ഭംഗി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ചും കൂടി വലിയ ഫ്ലവറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഇതിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ കത്രികയിലെടുത്തിട്ട് കേക്കിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ നേരത്തെ നമ്മൾ കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല, അവിടെ കുറച്ച് ഗണേഷ് ആക്കി കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ബ്ലാക്ക് കളറിലോ എന്തെങ്കിലും ക്രീമൊക്കെ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഗണേഷ് ആക്കിയതിൻ്റെ ശേഷം അതിൻ്റെ ചുറ്റിലായിട്ട് ഒരു യെല്ലോ കളർ വെച്ചിട്ട് ഒരു ചെറുതായിട്ടൊരു നാര് പോലെ ഇങ്ങനെ കൊടുക്കുക കേട്ടോ. ഫ്ലവറിൻ്റെ ചെറിയ പെറ്റൽസ് ആക്കിയിട്ട് കൊടുക്കുക. അതുപോലെ രണ്ട് ഫ്ലവേഴ്സിന് അതുപോലെ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ആ ഒരു ഫ്ലവറിന് ഭംഗി തോന്നും കേട്ടോ. സെൻട്രലായിട്ട് ഒരു ബഡ് പോലെ വരുമ്പോൾ ഒന്നും കൂടി ഭംഗിയായിട്ട് തോന്നും. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ലീഫ് കൊടുക്കുക. അപ്പോൾ ലീഫ് നോസിലിട്ടിട്ടാണ് ഈ ഒരു ലീഫിനെ കൊടുക്കുന്നത്. ഇപ്പോൾ ലീഫൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ ഒരു ഫ്ലവർ ഡെക്കറേഷനാണ് കേട്ടോ ഇത്. അപ്പോൾ ആ ഒരു നോസിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ സൺഫ്ലവറിൻ്റെ നോസിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സൺഫ്ലവർ നോസിൽ ഒരുവിധം ആൾക്കാരുടെ കയ്യിലൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ടും ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ചെറിയൊരു ചേഞ്ചേ ഉണ്ടായിരിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ നോസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഫ്ലവർ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്